Hello everyone, welcome to IGNOU Learning and to our exam marathon series. IGNOU MA Psychology exam marathon series in part 3 ലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ രണ്ട് പാർട്ടുകൾ കണ്ട ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നമ്മൾ മാരത്തോൺ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇറ്റ്സ് എ സീരീസ് ഓഫ് വീഡിയോസ് where we'll be talking about different aspects and frequently asked questions from the MA Psychology papers. MA സൈക്കോളജിയിൽ ഒരുപാട് പേപ്പേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. കോഗ്നിറ്റീവ് സൈക്കോളജി, അഡ്വാൻസ് സോഷ്യൽ സൈക്കോളജി, പേഴ്സണാലിറ്റി, റിസർച്ച് മെത്തേഡ്സ്, അങ്ങനെ കുറേ പേപ്പേഴ്സ് എന്ത് ചെയ്യാനുണ്ട് നിങ്ങൾക്ക് MA സൈക്കോളജിയുടെ ഭാഗമായിട്ട് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുണ്ട്. ആ ഓരോ പേപ്പറിലുമുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലോക്കുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ, ഫാക്ടേഴ്സ്, പോർഷൻസ്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 10-12 വർഷത്തെ എക്സാംസിൽ ചോദിച്ച ചോദ്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ എക്സാം മാരത്തോൺ സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ പാർട്ടിൻ്റെ ബാക്കി തന്നെയാണ്. കോഗ്നിറ്റീവ് സൈക്കോളജി പേപ്പറിൻ്റെ ബ്ലോക്ക് 2 ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് 3 ആണ്. ബ്ലോക്ക് 3 പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ലാംഗ്വേജ് അക്വിസിഷൻ ആണ്, അല്ലെങ്കിൽ ലാംഗ്വേജ്, ഹ്യൂമൻ ബീങ്സ് എങ്ങനെ ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നു, നമ്മളുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് കുട്ടിക്കാലം മുതലേ എങ്ങനെയാണ് നടക്കുന്നത്, ഏതൊക്കെ ഏജസിൽ ഏതൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൽ ഉണ്ടാവേണ്ടതെന്നും ഉണ്ടാവുന്നത് എന്നും ഒക്കെ നോക്കുന്നു. ദെൻ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന മറ്റു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് ഡിസോർഡേഴ്സിനെ കുറിച്ചാണ്. അഫേസിയ പോലെയുള്ള, അപ്രാക്സിയ പോലെയുള്ള ഡിസോർഡേഴ്സൊക്കെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ആസ്ക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തിയറീസ്, ഇന്നേറ്റ്നെസ് തിയറി ആവട്ടെ, ബിഹേവിയറിസ്റ്റിക് തിയറി ആവട്ടെ, അതുപോലെ തിയറി എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ബ്ലോക്കിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും ഈ ബ്ലോക്കിൻ്റെ ഭാഗമായിട്ടുള്ള കഴിഞ്ഞ 10-12 വർഷത്തെ എക്സാംസിൽ ഏറ്റവും കൂടുതലായി ചോദിക്കപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വിത്തൗട്ട് എനി ഫർദർ ഇൻട്രഡക്ഷൻ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻ മൾട്ടി ലിംഗ്വിസത്തിനെ കുറിച്ചാണ്. ഈ 2012 ഡിസംബറിലെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് 4th ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം, വാട്ട് യു മീൻ ബൈ മൾട്ടി ലിംഗ്വിസം, ഡിസ്കസ് ദ ആപ്ലിക്കേഷൻ ഓഫ് മൾട്ടി ലിംഗ്വിസം എന്നുള്ളത്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ജൂൺ 2013 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് മൾട്ടി ലിംഗ്വിസത്തിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടി പറ്റും. അതിൽ ചോദിച്ചിരിക്കുന്നത് ഡിസ്ക്രൈബ് ദ വേരിയസ് പ്രോസസ്സസ് ഇൻവോൾവ്ഡ് ഇൻ മൾട്ടി ലിംഗ്വിസം എന്നാണ്. ഇനി ജൂൺ 2015 ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ അവിടെ ചോദിച്ചിരിക്കുന്നത് ഡിസ്ക്രൈബ് ദ വേരിയസ് ടൈപ്സ് ഓഫ് ബൈലിംഗ്വിസം എന്നാണ്. ബൈലിംഗ്വിസം ചെറിയൊരു പോർഷൻ മാത്രമാണ് നമ്മുടെ SLM പഠിക്കാനുള്ളത്. മൾട്ടി ലിംഗ്വിസമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അത് വരുന്നത്. അപ്പം അതും നമ്മൾക്ക് മൾട്ടി ലിംഗ്വിസത്തിൻ്റെ ഉള്ളിൽ തന്നെ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തതായിട്ട് ഡിസംബർ 2017 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ സിംഗിൾ സിസ്റ്റം വേഴ്സസ് ഡ്യുവൽ സിസ്റ്റം ഹൈപ്പോത്തസിസ് ഇൻ റിഫറൻസ് ടു മൾട്ടി ലിംഗ്വിസം എന്നാണ്. മൾട്ടി ലിംഗ്വിസത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മൾട്ടി ലിംഗ്വിസവുമായി കണക്ട് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് സിംഗിൾ സിസ്റ്റം വേഴ്സസ് ഡ്യുവൽ സിസ്റ്റം ഹൈപ്പോത്തസിസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. ദെൻ 2019 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മൾട്ടി ലിംഗ്വിസത്തിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ വന്നത്. അതിൽ ചോദിച്ചിരിക്കുന്നത് ഡിസ്കസ് ദ ബെനിഫിറ്റ്സ് ഓഫ് മൾട്ടി ലിംഗ്വിസം ആണ്. ഒരാളൊരു മൾട്ടി ലിംഗ്വൽ ആണെങ്കിൽ അയാൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് മൾട്ടി ലിംഗ്വൽ അല്ലാത്ത ആളുകളിൽ നിന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. ബേസിക്കലി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിന് ആൻസർ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ മൾട്ടി ലിംഗ്വിസത്തിൻ്റെ ആ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക തന്നെ വേണമെന്നുള്ളതാണ്. മൾട്ടി ലിംഗ്വിസത്തിനെ കുറിച്ച് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി പറ്റിയ യൂണിറ്റ് 3 ബ്ലോക്ക് 3യുടെ യൂണിറ്റ് 3 മൾട്ടി ലിംഗ്വിസത്തിനെ കുറിച്ച് പറയുന്നത്. അതിൽ ഏകദേശം ആ ചാപ്റ്റർ മൊത്തം മൾട്ടി ലിംഗ്വിസമാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ബേസിക് കൺസെപ്റ്റ് മുതൽ അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള തിയറിറ്റിക്കൽ ബേസിസ് വരെ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. തിങ്കിങ് മൾട്ടി ലിംഗ്വിസം എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്, മൾട്ടി ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണുള്ളതെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഒന്ന് വായിച്ച് നോക്കണം. ഞാൻ എന്തായാലും മൾട്ടി ലിംഗ്വിസത്തിനെ കുറിച്ച് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഹൈക്വേ സ്റ്റുഡൻസിന് ഓൾറെഡി ഓർമ്മ ഉണ്ടാവും, നമ്മൾ ലെസൺ 28 വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മൾട്ടി ലിംഗ്വിസത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ ആയിട്ട് നോട്ട്സാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് മൾട്ടി ലിംഗ്വിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒന്നോ അതിൽ കൂടുതലോ ഭാഷകൾ അറിയാമെങ്കിൽ, ഫ്ലുവൻ്റ് ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അവരെയൊക്കെ നമുക്ക് മൾട്ടി ലിംഗ്വൽസ് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ടൈപ്പാണ് എലൈറ്റ് മൾട്ടി ലിംഗ്വിസവും നെയ്ബർഹുഡ് മൾട്ടി ലിംഗ്വിസവും. എലൈറ്റ് മൾട്ടി ലിംഗ്വിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിൽ കൂടുതൽ ഭാഷകൾ ഏതെങ്കിലും എലൈറ്റ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സെറ്റിങ്സിൽ വെച്ച് പഠിക്കുമ്പോൾ ആണ് എലൈറ്റ് മൾട്ടി ലിംഗ്വിസം എന്ന് പറയുന്നത്. പ്ലാൻഡ് ആൻഡ് റെഗുലർ ഇൻസ്ട്രക്ഷൻ ബേസ്ഡായിട്ട് നമ്മൾ പഠിക്കുകയാണ് എലൈറ്റ് മൾട്ടി ലിംഗ്വിസത്തിൽ നടക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു എലൈറ്റ് മൾട്ടി ലിംഗ്വൽ ആണെങ്കിൽ നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഭാഷകൾ പഠിച്ചത് നിങ്ങളുടെ സ്കൂൾ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ അങ്ങനെ പ്ലാൻഡ് ആയിട്ടുള്ള സിലബസിൻ്റെ ബേസ്ഡ് ആയിട്ടോ ഒക്കെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഇനി നൈബർഹുഡ് മൾട്ടി ലിംഗ്വിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലാൻഡ് സെറ്റിങ്ങിലല്ല, ചിലപ്പം നിങ്ങളുടെ പാരൻസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് സംസാരിക്കുന്ന പാരൻസ് ഉണ്ടാവും.
സോ ബേസിക്കലി ഇത് അക്വയർ ചെയ്യുന്നത്, നമ്മൾ മറ്റൊരു ഭാഷ അക്വയർ ചെയ്യുന്നത്, ഒന്നിൽ കൂടുതൽ ഭാഷകൾ അക്വയർ ചെയ്യുന്നത് സ്കൂൾ സിസ്റ്റത്തിലൂടെ അല്ലാതെ മറ്റുള്ള ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിലൂടെയാണെങ്കിൽ, വലിയ പ്ലാൻഡോടൊന്നും അല്ലെങ്കിൽ അതിനെ നമുക്ക് നൈബർഹുഡ് മൾട്ടിലിംഗ്വലിസം എന്ന് വിളിക്കാവുന്നതാണ്. പിന്നെയാണ് ബൈലിംഗ്വലിസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആകെ 2 ഭാഷകൾ മാത്രമേ അറിയുള്ളൂ, അതിൽ കൂടുതലൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ ബൈലിംഗ്വൽ ആണെന്ന് പറയാം. അതിൽ അഡിറ്റീവ്, സബ്ട്രാക്റ്റീവ്, സൈമൾട്ടേനിയസ് എന്ന് പറയുന്ന 3 ടൈപ്പ്, പിന്നെ സീക്വൻഷ്യൽ എന്ന് പറയുന്ന ഒരു ടൈപ്പ് കൂടെ ഉണ്ട്. അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അഡിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലപോലെ അറിയാവുന്ന ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് ഉണ്ട്, ലൈക്ക് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്, അതിൻ്റെ കൂടെ അതിൻ്റെ എക്സ്ട്രാ ആയിട്ട് നിങ്ങളൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ അതിൻ്റെ അഡിറ്റീവ് ബൈലിംഗ്വലിസം എന്നാണ് വിളിക്കുക. സോ ഫസ്റ്റ് ലാംഗ്വേജ് കംപ്ലീറ്റ്ലി ഡെവലപ്പ് ആയതിനു ശേഷം രണ്ടാമതൊരു ഭാഷ നിങ്ങൾ പഠിക്കുമ്പോൾ അതിന് അഡിറ്റീവ് ബൈലിംഗ്വലിസം എന്ന് പറയും. സബ്ട്രാക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാമതൊരു ഭാഷ പഠിക്കുന്നതോടുകൂടെ നിങ്ങൾ ആദ്യം പഠിച്ച ഭാഷയുടെ അല്ലെങ്കിൽ ആദ്യം നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയുടെ ചില വാക്കുകളൊക്കെ റീപ്ലേസ് ചെയ്യപ്പെടുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത് സബ്ട്രാക്റ്റീവ് ബൈലിംഗ്വലിസം ആണ്. ചില സമയത്ത് നമ്മൾക്ക് മലയാളം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇംഗ്ലീഷ് വാക്കുകൾ വരുന്നുണ്ട്, അതായത് മലയാളത്തിലെ വാക്കുകൾ നമ്മൾ റീപ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്. സോ നമുക്ക് പറയാം നമ്മൾ സബ്ട്രാക്റ്റീവ് ബൈലിംഗ്വലിസത്തിലൂടെയാണ് രണ്ടാമത്തെ ഭാഷയായിട്ടുള്ള ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ളത് എന്നുള്ളത്. പിന്നെയാണ് മൂന്നാമതാണ് സൈമൾട്ടേനിയസ് എന്ന് പറയുന്നത്. ഒരേ സമയം നമ്മൾ 2 ഭാഷകൾ പഠിക്കുകയാണ്. അത് ചിലപ്പോൾ നമ്മളെ പാരൻസിൻ്റെയോ ഗ്രാൻഡ് പാരൻസിൻ്റെയോ ഡിഫറെൻറ്റ് ഭാഷ സംസാരിക്കുന്ന ആളുകൾ അവരിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രം ബർത്ത് തന്നെ എന്ത് ചെയ്യാണ്, ആ ലാംഗ്വേജസിന് എക്സ്പോസ്ഡ് ആവാണ്. അങ്ങനെ പഠിക്കുമ്പോൾ അത് സൈമൾട്ടേനിയസ് ബൈലിംഗ്വലിസം ആണ്. പിന്നെയാണ് സീക്വൻഷ്യൽ ബൈലിംഗ്വലിസം, ലൈക്ക് ആദ്യം ഒന്ന് പഠിക്കുന്നു, പിന്നെ രണ്ടാമത്തെ ലാംഗ്വേജ് പഠിക്കുന്നു, അങ്ങനെ ഒരു ഓർഡറിൽ പഠിക്കുമ്പോഴാണ് സീക്വൻഷ്യൽ ബൈലിംഗ്വലിസം എന്ന് പറയുന്നത്. പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബെനിഫിറ്റ്സ് ഓഫ് മൾട്ടിലിംഗ്വലിസം എന്നുള്ളത്. അതിൽ കുറേ ബെനിഫിറ്റ്സ് പറയുന്നുണ്ട്. അത് പ്രധാനമായിട്ടുള്ളത് കീനർ അവെയർനെസ്, അതായത് ഭയങ്കര അവെയർനെസ് കൂടുതലായിരിക്കും, സെൽഫ് അവെയർനെസ് ഒക്കെ നമ്മുടെ മൾട്ടിലിംഗ്വലായിട്ടുള്ള ആളുകൾക്ക് കൂടുതലായിരിക്കുമെന്നാണ്. ദെൻ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്, നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും, മറ്റുള്ള ആൾക്കാർ പറയുന്നതൊക്കെ എന്താണ് കൃത്യമായിട്ട് മനസ്സിലാവും. ലെസ് ഡിസ്ട്രാക്ഷൻസ്, പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവില്ല. ഈ കൂടുതൽ ഭാഷാസ് അല്ലെങ്കിൽ മൾട്ടിലിംഗ്വൽ ആയിട്ടുള്ള ആളുകൾ എത്രത്തോളം നമുക്ക് ലാംഗ്വേജസ് അറിയുമോ അതിനനുസരിച്ച് നമ്മൾ ബെറ്റർ ലിസണേഴ്സ് ആയിട്ട് മാറുമെന്നാണ്. പിന്നെ ഷാർപ്പ് മെമ്മറി ഉണ്ടാവും, കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി, ബെറ്റർ പ്രോബ്ലം സോൾവേഴ്സ് ആയിരിക്കും, ക്രിയേറ്റിവിറ്റി കൂടുതലുണ്ടാവും, ഫ്ലെക്സിബിൾ മെൻറ്റാലിറ്റി, പിന്നെ ഹൈ ടെസ്റ്റ് സ്കോർസ്, അഥവാ മൾട്ടിലിംഗ്വൽ ആയിട്ടുള്ള ആളുകളുടെ ടെസ്റ്റ് സ്കോറുകൾ ഇൻ്റലിജൻസ് ടെസ്റ്റിലൊക്കെ മറ്റുള്ള ആളുകളെക്കാൾ കൂടുതലായിരിക്കുമെന്നാണ്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് പറയാനുള്ളത് അക്വിസിഷൻ ഓഫ് എ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു പോർഷനാണ്. അത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ടതില്ല, ജസ്റ്റ് ആ ഒരു 3 പോയിന്റുകളൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ ന്യൂറൽ മെക്കാനിസംസ് ഓഫ് മൾട്ടിലിംഗ്വൽസ്, അത് ഇതുവരെ ചോദിച്ചതായിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കേണ്ടതില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ന്യൂറോൺസ് അല്ലെങ്കിൽ അതേതെങ്കിലും ടേമുകൾ ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് നോക്കിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ മൾട്ടിലിംഗ്വലിസത്തിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യനിൽ. അത് ഡിഫറൻ്റ് ആയിട്ടാണ് ചോദിക്കാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് അതിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ച് എഴുതാൻ വേണ്ടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കേണ്ടതുണ്ട്. അപ്പം നിങ്ങൾ നമ്മുടെ എക്സാം പീഡിയ ലെസൺ 29 28 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് എങ്ങനെയാണ് ക്രാഫ്റ്റ് ചെയ്യുന്നതെന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഐ എം ടോക്കിംഗ് ടു ഹൈക്വേസ് സ്റ്റുഡൻസ്. സോ ഡിസ്കസ് ദ ബെനിഫിറ്റ്സ് ഓഫ് മൾട്ടിലിംഗ്വലിസം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യേണ്ടതെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫാണ്, അതിൽ മൾട്ടിലിംഗ്വലിസം എന്താണെന്നുള്ളത് പറയാം. പിന്നെ ബീങ് എ പോളിഗ്ലോട്ട് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് നോയിങ് എ കപ്പിൾ മോർ ലാംഗ്വേജസ്, അഥവാ ഒരു പോളിഗ്ലോട്ട് ആവുക അല്ലെങ്കിൽ മൾട്ടിലിംഗ്വൽ ആവുക എന്നുള്ളത് ജസ്റ്റ് കൂടുതൽ ലാംഗ്വേജസ് അറിയുക എന്നുള്ളത് മാത്രമല്ല, അതിന് കുറേ ബെനിഫിറ്റ്സ് കൂടെ ഉണ്ട്. നമ്മുടെ കോഗ്നിറ്റീവ് അബിലിറ്റീസിനെ അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളുടേതായ വേർഡിൽ ഇൻട്രൊഡക്ഷനിൽ എഴുതാവുന്നതാണ്. പിന്നെ ബെനിഫിറ്റ്സ് 1 by 1 ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത 10 കാര്യങ്ങളും അല്ലെങ്കിൽ എത്രത്തോളം പോയിൻറ്റ്സ് ഉണ്ടോ ആ ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾ 1 by 1 ആയിട്ട് സബ് ഹെഡിങ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക തന്നെ വേണം. അതിന് നിങ്ങൾക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾസ് യൂസ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കൺക്ലൂഡറി പാരഗ്രാഫ് ആഡ് ചെയ്യണം. അത് നിങ്ങൾക്ക് നിങ്ങളിഷ്ടം പോലെ ചെയ്യാം, പക്ഷേ ഒരുപാടൊന്നും കൺക്ലൂഡറി പാരഗ്രാഫ് ഉണ്ടാവാൻ പാടില്ല. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എത്ര വേർഡ്സിലാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത്. കാരണം ആവശ്യത്തിലധികം എഴുതി കഴിഞ്ഞാലും പ്രശ്നമാണ്. നോക്കുന്ന ആളുകൾക്ക് അത് ഭയങ്കര ടയറിംഗ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ മാർക്സ് കുറയുന്നതിലേക്ക് ലീഡ് ചെയ്യാനുള്ള സാധ്യതകൾ കൂട്ടുകയും ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റേജസ് ഓഫ് ലാംഗ്വേജ് അക്വിസിഷനെ കുറിച്ചാണ്. അതും റിപ്പീറ്റഡ് വാല്യൂ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിസംബർ 2012 അത് ചോദിച്ചിട്ടുണ്ട്, അഥവാ ഡിസ്കസ് ദ സ്റ്റേജസ് ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറഞ്ഞ 10 മാർക്കിനാണ് ചോദിച്ചത്. പിന്നെ ജൂൺ 2015 ചോദിച്ചിട്ടുണ്ട് ഡിസ്ക്രൈബ് ദ അക്വിസിഷൻ ഓഫ് എ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഡിസംബർ 2017 അതും 10 മാർക്കിനാണ്. ഡിസ്ക്രൈബ് ദ സ്റ്റേജസ് ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരിക്കൽ ചോദിച്ചത്
ഡിസംബർ 2019 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്. അതിൽ ചോദിച്ചിരിക്കുന്നത് ഡിസ്ക്രൈബ് ദ സ്റ്റേജസ് ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ ഇൻ ചിൽഡ്രൻ എന്നുള്ളതാണ്. അപ്പം ബേസിക്കലി ചിൽഡ്രനിലുള്ള കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ്. ചിൽഡ്രൻ എങ്ങനെയാണ്, അതായത് കുട്ടിക്കാലം മുതൽ നമ്മുടെ ലാംഗ്വേജ് അക്വിസിഷൻ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്, നമ്മൾ എങ്ങനെയൊക്കെയാണ് സംസാരിച്ച് തുടങ്ങുന്നത്, ഏത് രീതിയിലുള്ള സംസാരമാണ് നമ്മൾ ഫസ്റ്റ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള അട്രാൻസസ് ഒക്കെയാണ് നടത്തുന്നതൊക്കെയാണ് ബേസിക്കലി ലാംഗ്വേജ് അക്വിസിഷൻ പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നമ്മുടെ ലെസൺ 23 നമ്മൾ ലാംഗ്വേജ് അക്വിസിഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ആ സ്റ്റേജസിനെ കുറിച്ചുള്ള നമ്മുടെ വീഡിയോൻ്റെ ഒരു ബിറ്റ് ഞാനിവിടെ ഷെയർ ചെയ്യാം, അഥവാ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ലാംഗ്വേജ് അക്വിസിഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് നമ്മൾ കുട്ടിക്കാലം മുതൽ ലാംഗ്വേജ് ഡെവലപ്പ് ആയത്, അല്ലെങ്കിൽ ലാംഗ്വേജ് എങ്ങനെയാണ് അക്വയർ ചെയ്തത്, നേടിയെടുത്തത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് ലാംഗ്വേജിൻ്റെ കഴിവ് എങ്ങനെയാണ് ഉണ്ടായത് എന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആക്ച്വലി എങ്ങനെയാണ് ആളുകൾക്ക് ലാംഗ്വേജ് അക്വയർ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ നമ്മൾ മുമ്പ് ഫസ്റ്റ് ലെസണിൽ പറഞ്ഞ പോലെ തന്നെ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ ഒരുപാട് ഡിബേറ്റ്സിന് കാരണമായ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിസർച്ചുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ റിസർച്ചുകളുടെ ഒക്കെ ഒരു ആകത്തുകയാണ്, എന്നിട്ട് ഒരു കൺക്ലൂഷനാണ് എന്ത് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും ഇതിൽ നടന്നൊരു ഡിബേറ്റ് നമ്മളുടെ നേച്ചർ വേഴ്സസ് നെർച്ചർ തന്നെയായിരുന്നു. അതായത് ലാംഗ്വേജ് നമ്മൾ മറ്റുള്ള ആളുകളിൽ നിന്നും നേടിയെടുത്തതാണോ, അല്ലെങ്കിൽ ചുറ്റുപാടിൽ നിന്ന് കിട്ടിയതാണോ, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഇന്നേറ്റ് ആയിട്ടുള്ള ജനറ്റിക്സിലൂടെയൊക്കെ കിട്ടിയതാണോ നമ്മളുടെ ലാംഗ്വേജ് എന്നുള്ളത്, അല്ലെങ്കിൽ ലാംഗ്വേജിനുള്ള അബിലിറ്റി എന്നുള്ളത്. എനിവേ, നമുക്ക് ഈ ലാംഗ്വേജിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റേജസിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ എന്തായാലും ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എത്രയും കാര്യങ്ങളാണ് ലാംഗ്വേജ് അക്വിസിഷൻ സ്റ്റേജസിൽ വരുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ അത് എഴുതി പഠിക്കുക. ബ്ലോക്ക് 3 1.4.1 ആണ് നിങ്ങളുടെ SLMലെ പാർട്ട്, ഈ ഒരു പെർട്ടിക്കുലർ പോർഷൻ ഡിസ്കസ് ചെയ്യുന്നത്. സോ എത്ര സ്റ്റേജസ് ആണ്? കൂയിങ്, ബാബ്ലിങ്, ഹോളോ ഫ്രേസസ്, ടെലിഗ്രാഫിക് സ്പീച്ച്, അഡൽട്ട് സെൻറ്റൻസ് സ്ട്രക്ചർ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഓക്കെ, പിന്നെ ലാംഗ്വേജ് ആൻഡ് തോട്ടിനെ കുറിച്ച് അധികം ചോദിച്ചതായിട്ട് കണ്ടിട്ടില്ല, എങ്കിലും ലിംഗ്വിസ്റ്റിക് റിലേറ്റിവിറ്റി ഹൈപ്പോത്തസിസും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ ഇത്രയൊക്കെയാണ് രണ്ടാമത്തെ ക്വസ്റ്റിൽ പറയാനുള്ളത്. സ്ട്രക്ചർ സെയിം സ്ട്രക്ചർ തന്നെയാണ്. ആദ്യം ഇൻട്രൊഡക്ഷൻ, പിന്നെ ഒരു മെയിൻ ബോഡി പോയിന്റ് അല്ലെങ്കിൽ മെയിൻ ബോഡി പാരഗ്രാഫ്, വലിയൊരു പാരഗ്രാഫ്, പിന്നെ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ.